ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉദ്ധാനത്തിൻ്റെ സന്തോഷം അതിൻ്റെ ആത്മീയതയിൽ അനുഭവിക്കുന്ന നമ്മൾ ഈ 4-ാമത്തെ ഞായറാഴ്ച നല്ലിടയനെക്കുറിച്ചാണ് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. ആടുകൾക്കൊപ്പം, ആടുകൾക്കിടയിൽ, ആടുകളോടൊപ്പം കൂടെ നിൽക്കുന്ന യേശു. ഒരു നല്ല ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. തൻ്റെ തോളത്തൊരാടുകുട്ടി ഇരുത്തി ഒപ്പം ഒരുപാട് ആടുകൾക്കിടയിലൂടെ ഒരു വടിയുമായി കടന്നു പോകുന്നൊരിടയ സങ്കല്പം. കൈവിടാത്തവൻ്റെ പേരാണത്, കരുതലുള്ളവൻ്റെ പേരാണത്, കാരുണ്യമുള്ളവൻ്റെ പേരാണത്. ആരുടെയും ഇടർച്ചയ്ക്ക് കാരണമാവുന്നില്ല, ആരും നഷ്ടപ്പെടണമെന്ന് മോഹിക്കുന്നില്ല. എല്ലാവരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണെന്ന് കരുതുന്നിടത്താണ് അവർക്ക് കരുത്താകുവാൻ, അവർക്ക് കരുണയേകുവാൻ, ജീവിതം ഇങ്ങനെ കുരുതി കൊടുക്കുവാൻ പോലും സന്നദ്ധമാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ലാഭവും നോക്കാതെ പലപ്പോഴും നഷ്ടങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും ജീവിതം ത്യാഗമായി കൊടുക്കുവാൻ പഠിച്ചവരെല്ലാം ഇത്തരത്തിൽ ഇടയന്മാരുടെ കൂട്ടത്തിൽ പട്ടികയിലും പങ്കുചേരുന്നവരാണ്. അത് മാതാപിതാക്കളായാലും, ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരായാലും, വൈദികരായാലും, മെത്രാന്മാരായാലും, പരിശുദ്ധ പിതാവായാലും എല്ലാ ഇടയന്മാർക്കും വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് ഈ ദിനം. മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹമായി, ത്യാഗമായി, കരുണയായി, കരുതലായി ജീവിക്കുന്നവർക്കെല്ലാം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉണ്ടാവട്ടെ. ആരും വിസ്മരിക്കപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് ദൈവഹിതം. കാരണം എല്ലാവർക്കും അതിൻ്റേതായ വലിപ്പമുണ്ട്, നന്മയുണ്ട്. അതുകൊണ്ടാവണം എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ, തൻ്റെ ജീവിതം പോലും ഹോമബലിയായി കൊടുക്കുവാൻ ദൈവം അതിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിന്യ ഭാവത്തിൽ സന്നദ്ധനാകുന്നത് പോലും. ക്രിസ്തുവിൻ്റെ കരുണയാണ് ഈ ഇടയസങ്കല്പത്തിൽ നാം ചേർത്ത് പിടിക്കേണ്ടതും ഓർക്കേണ്ടതും. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നുണ്ട്. എല്ലാം വിട്ടുകൊടുക്കുവാൻ സന്നദ്ധനാകുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ, വലിയ കരുതലിൻ്റെ, വലിയ കാരുണ്യത്തിൻ്റെ സ്പർശനം. സമർപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിതത്തെ, സമയത്തെ, സാഹചര്യത്തെ, ആരോഗ്യത്തെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയുടെ പേരാണത്. വില കൽപ്പിക്കുന്നിടങ്ങളിൽ മാത്രമാണ് നമ്മൾ വിലപറച്ചിലുകളില്ലാതെ ജീവിക്കുകയുള്ളൂ, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കുകയുള്ളൂ, അതിൻ്റെ നന്മകൾ തിരിച്ചറിയുകയുള്ളൂ. നമ്മളെ വളർത്തിയവരും സ്നേഹിച്ചവരും താങ്ങിയവരും തലോടിയവരും കൊണ്ടു നടന്നവരുമൊക്കെ എന്നും പ്രിയപ്പെട്ടവരായി രൂപപ്പെടട്ടെ. അവഗണിക്കാൻ എളുപ്പമാണ്, പക്ഷെ പരിഗണിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഏറ്റവും പരിശുദ്ധമായ നന്മയും കൃപകളും കൂടുതൽ ആഴപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്മ നമ്മുടെ സാന്നിധ്യമാണ്, സമയമാണ്, സാഹചര്യമാണ്. ഇതാ തനിക്ക് വേണ്ടി ഒന്നും സൂക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ പഠിപ്പിക്കുന്നവൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെയും ഇടർച്ചയ്ക്ക് കാരണമാകേണ്ട, എല്ലാവരെയും ചേർത്ത് വെക്കുവാനും ഒന്നിപ്പിക്കുവാനും മനസ്സാകുന്ന ഒരു വലിയ ഇടയസങ്കല്പം. പേര് ചൊല്ലി വിളിക്കുന്ന അത്രത്തോളം ആഴമുള്ള ബന്ധമുണ്ട്. നാം ആരും അപരിചിതരല്ല. പണ്ട് എവിടെയോ കണ്ടുമറന്ന മുഖങ്ങളുമല്ല. എന്നും ഓർക്കുന്ന, അത് പേരോടുകൂടി ഓർക്കുന്ന ആത്മബന്ധമുണ്ട്. പലപ്പോഴും നമ്മളെ അറിയാമെന്ന് പറയുന്നവർക്ക് ഒരുപക്ഷെ കൃത്യമായി നമ്മൾ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അറിയാവുന്ന പറയുന്ന എല്ലാവരെയും അറിയുന്നില്ല എന്നതാണ് സത്യം. അറിവുകൾക്കതീതമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചില അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പലരുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവരുണ്ട്. പേരുകൾ പോലും മറക്കുവാൻ പറ്റാത്ത രീതിയിൽ വേരുറപ്പിക്കുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ അവർ ചെയ്ത സ്നേഹമാവാം, അവർ തന്ന കരുതലാവാം, അവർ തന്ന കാരുണ്യമാവാം, അവരുടെ ഒരു സ്പർശനമാവാം, അവരുടെ ഒരു സ്നേഹബന്ധമാവാം, അവരുടെ ഒരു തണലും താങ്ങുമാവാം നമ്മുടെ ജീവിതത്തേക്ക് എന്നും ഓർക്കുവാൻ കാരണമാവുന്നത് പോലും. ക്രിസ്തു ഇടയനായി ഇന്ന് മാറപ്പെടുന്നു. പേര് ചൊല്ലി വിളിക്കുകയും ആ വാക്കുകളിൽ എപ്പോഴും നമ്മളെക്കുറിച്ചുള്ളൊരു ഓർമ്മകളും ഉണ്ടാവുന്നു. വഴിയറിയാവുന്നവൻ്റെ പിന്നാലെ പോകുമ്പോൾ വഴിതെറ്റുമെന്ന് ഭയപ്പെടേണ്ട. നമുക്ക് മുന്നാലെ നടക്കുന്നവൻ ശക്തനായതുകൊണ്ട് പിന്നിലെ നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നാം ആകുലപ്പെടേണ്ട. നമ്മളെ ഇട്ടുകളയുവാനോ നഷ്ടപ്പെടുത്തി കളയുവാനോ മനസ്സുള്ളവനല്ല മുന്നേ പോകുന്നത്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അത്താണിയാകുവാനും അർഹതപ്പെട്ട് നൽകുവാനും അതിനോളം തന്നെ കരുതലുള്ളവനാണ് കൂടെ പോകുന്നത്. ഇത് തന്നെയാവട്ടെ ഇന്ന് ജീവിക്കുന്ന ഇടയന്മാർക്കും ഉണ്ടാവേണ്ടത്. കേൾക്കുവാനുള്ള കാതുകളും മനസ്സിലാക്കുവാനുള്ള ഹൃദയവും മാധുര്യമായി സംസാരിക്കുവാനുള്ള നാവുകളും ഉണ്ടാവട്ടെ. ക്രിസ്തുവിൻ്റെ വാത്സല്യവും സ്നേഹവും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അജഗണങ്ങളോട് ആർദ്രതയോടെ പെരുമാറുവാനും ഇടപെടുവാനുമുള്ള ഏറ്റവും വിശുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇടയനും
ഒരു ആട്ടിൻകൂട്ടവും പോലെ ഒന്നിച്ചു മുന്നേറുവാൻ നമുക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നല്ല ദൈവവിളി ഉണ്ടാവട്ടെ. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന എല്ലാ ഇടയന്മാരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ നന്മകളും ഭാവുകങ്ങളും പ്രാർത്ഥനകളും ആമേൻ.